സ്നേഹമുള്ളവരെ, ഉത്തമയായ ഒരു ഭാര്യയുടെ 5 യോഗ്യതകൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. മഹത്വമേറിയ ഗ്രന്ഥത്തിൽ 1, അവിടെ വിളക്ക് രാത്രിയിലും അണയുന്നില്ല. അതിൻ്റെ അർത്ഥം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അല്പം കൂടി പ്രാർത്ഥിക്കുന്നവൾ. ഭർത്താവും ഭാര്യയും തളർന്നുറങ്ങുമ്പോഴും അല്പം കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ മേലും മക്കളുടെ മേലും കരങ്ങൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഭാര്യ, അവിടെ വിളക്കൊരിക്കലും അണയുന്നില്ല. ഒരു ഭാര്യ വിളക്കാകണമെങ്കിൽ ഇവിടെ ഹൃദയത്തിൽ ഒരു വിളക്ക് വേണം. അത് ക്രിസ്തുവാണ്. ക്രിസ്തു ഒരു പ്രകാശമാണ്. ആ വിളക്ക് ക്രിസ്തു പറഞ്ഞില്ലേ, യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി സുവിശേഷം 5:13-14 വാക്യങ്ങൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. ഉള്ളിൽ ഒരു വെളിച്ചം, ആ വെളിച്ചം കുടുംബത്തിൽ പ്രകാശിപ്പിക്കണം പ്രാർത്ഥന വഴി. അപ്പോൾ ഉത്തമയായ ഭാര്യയുടെ വിളക്ക് രാത്രിയിലും അണയുന്നില്ല. 2, അവൾ സ്വന്തം കൈകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു എന്നാണ് പറയുക. സ്വന്തം കൈകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളം എന്തേലും പണി ചെയ്തുകൊണ്ടിരിക്കണം. നല്ല വരുമാനമുണ്ട്, ഭർത്താവിന് പണമുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ അനങ്ങാതിരിക്കല്ലേ, അലയണം എന്തെങ്കിലും. ഞാൻ കണ്ടിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾ വീടിൻ്റെ ടെറസിൽ വെണ്ട, പയർ, പാവൽ, കോവൽ ഇതൊക്കെ വളർത്തുന്നു. അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ കടയിൽ നിന്ന് മേടിക്കാം. പക്ഷെ അതല്ല, അലയാനുള്ള മനസ്സ്. ഒരു അമ്മ അലയണം, ഒരു ഭാര്യ അലയണം. അടുക്കളപ്പണി മാത്രമല്ല, എക്സ്ട്രാ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. 10 രൂപ സ്വന്തം ഉണ്ടാക്കാൻ പറ്റുമോ അതെങ്ങനെയാണേലും അത് ഉണ്ടാക്കണം. അല്ലാണ്ട് ഒരു പുരുഷൻ്റെ വരുമാനത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കരുത്. തെറ്റാണെന്നല്ല, പക്ഷെ ഉത്തമയായ ഭാര്യയാണോ അവൾ സ്വന്തം കൈകൊണ്ട് തോട്ടം നട്ടുപിടിപ്പിക്കും എന്ന് പറഞ്ഞാൽ വേർക്കാൻ, പണിയാൻ, അലയാൻ ബുദ്ധിമുട്ട്. ഉത്തമയായ ഭാര്യയുടെ 3ാമത്തെ യോഗ്യത, അവൾ പാവങ്ങളെ സഹായിക്കുന്നവളാണ്. ഉള്ളതിൻ്റെ ഓഹരി കൊണ്ട് അവൾ പാവങ്ങളെ സഹായിക്കും. ഒത്തിരി ഒന്നും വേണ്ട, അല്പമേ ഉള്ളൂ, അതുകൊണ്ട് സഹായിക്കും. അപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനസ്സ് ഒരു നല്ല സ്ത്രീയുടെ അടയാളമാണ്. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് കണ്ടുപിടിച്ച പാഠം അതാ. വരുമാനമൊന്നുമില്ല, ഇടുക്കി ജില്ല കട്ടപ്പന എടുത്ത് വലിയ തോവാള ഹൈറേഞ്ച് പ്രദേശമാണ്. പന്നിക്കച്ചവടമൊക്കെ നടത്തി കിട്ടുന്ന കാശുണ്ട്. ആ പണം കൊണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കാൻ അമ്മ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു നല്ല അമ്മ, ഒരു നല്ല ഭാര്യ, ഉള്ളതിൻ്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കുന്നവളാണ്. അവളുടെ 4ാമതൊരു യോഗ്യത പറയുന്നത്, അവൾ നല്ല കാര്യങ്ങളെ സംസാരിക്കും. അവൾ നല്ല കാര്യങ്ങളെ സംസാരിക്കും, മോശമായതൊന്നും പറയുകയില്ല. ഭർത്താവിൻ്റെ കുറ്റം ആരോടും പറയുകയില്ല, ഭാര്യയുടെ കുറ്റം ആരും പറയുകയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സ്ത്രീ ഭർത്താവിൻ്റെ കുറ്റം പറയും, ഭർത്താവിനെ കുറ്റം പറയും, ഭാര്യയുടെ കുറ്റം ആരോടും പറഞ്ഞേക്കരുത്. ഭർത്താവിൻ്റെ അമ്മയുടെ കുറ്റം പറയുകയില്ല, പെങ്ങന്മാരുടെ കുറ്റം പറയുകയില്ല, തൊണ്ട പിഴുത്തോ ഞുണഞ്ഞിറക്കും, ആരോടും പറയുകയില്ല. ഉള്ളിലങ്ങ് സംഗ്രഹിക്കും, അതിനപ്പുറത്തേക്കില്ല. അവളുടെ അക്ഷരങ്ങൾ അതെ അതെ എന്നും അല്ല അല്ല എന്നുമാണ്. കർത്താവ് പറഞ്ഞില്ലേ, അനാവശ്യമായി നീ പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അനാവശ്യമായി നീ പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മോശമായ സംസാരമില്ല. എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി പറയുക, ബന്ധുക്കളെ കുറ്റപ്പെടുത്തി പറയുക, ആ രീതി ഒന്നുമില്ല. വാ വിളിച്ചാൽ അവൾ നല്ലതേ പറയൂ. അവളുടെ മറ്റൊരു പ്രത്യേകത, അവൾ അതിഥികളെ സ്വീകരിക്കും. അതിഥി വീട്ടിൽ വരുമ്പോൾ പ്രസന്നവദനത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ്. പരാതിയൊന്നുമില്ല, ഒത്തിരി ജോലിയുണ്ട്, അലയും ഓടി നടക്കും. അതിഥികളോട് ആതിഥ്യ മര്യാദ കാണിച്ച് കുടുംബത്തിൽ അവരെ നല്ല ഒരു സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മയായി, ഉത്തമയായ സ്ത്രീയായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.